ഹലോ യാമില്ല. നിങ്ങളിതാ ഇതുപോലത്തെ 4 സ്പൂൺ എടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാം. സംഗതി എളുപ്പമാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നിന്നോ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈസിന് തന്നെ കിട്ടുന്നുള്ളതിൽ ഞാൻ ഉറപ്പ് തരാം. എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് പാഴ്സലായിട്ട് എവിടുന്ന് ഫുഡ് വാങ്ങുന്നോ അവിടെ നിന്നൊക്കെ ഞാൻ ഈ സ്പൂൺ ചോദിച്ചു വാങ്ങും. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എടുത്തു വെക്കും. എനിക്ക് അതിൻ്റെ പേരിൽ കുറേ ചീത്ത കേട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ എടുത്തു വെക്കും. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വല്ല കിച്ചൺ ഡെക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് സകലമാന കാര്യങ്ങളും മാറിയത്. എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പിൻട്രസ്റ്റ് തുറന്ന് കുറേ നേരം സ്ക്രോൾ ചെയ്ത് കളിച്ചപ്പം അതിൽ ഒരു ഫോട്ടോ കണ്ട്. ആ ഫോട്ടോ കണ്ടതിൻ്റെ ബാക്കിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഗ്ലൂ ഗണ്ണ് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. വേറെ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കാൻ മതി, എന്നാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഗ്ലൂ ഗൺ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻസിയിലൊക്കെ പോയാൽ ഗ്ലൂ സ്റ്റിക്ക് കിട്ടും. 10 രൂപ 5 രൂപ ഒക്കെ ഉള്ളൂ. അതൊന്ന് ചൂടാക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളുടെ പാരൻസിനൊന്ന് കൂടെ ഇരുത്താം. പിന്നെ ഇത് പെയിന്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പെയിന്റ് ചെയ്യാതെ തന്നെ ഇത് അടിപൊളിയാണ്. പെയിന്റ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അത്രയ്ക്കേ ഉള്ളൂ. ബൈ.